നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 6. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഹി ഗൃഹസക്തോ യാതനാമയ്യ ഭക്തഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീഹി. 6ന്റെ സാരാംശം ഒന്ന് നോക്കാം. പതിവായി പല പല ഹിംസകൾ ചെയ്ത് ദ്രവ്യം സമ്പാദിക്കുന്നവനും അതുകൊണ്ട് കുടുംബം പോറ്റുന്നവനും സ്ത്രീകൾക്കു വിധേയനായി അസാൻമാർഗികമായി ജീവിക്കുന്നവനും ബാലന്മാരെ ലാളിക്കുന്നവനും ഗൃഹത്തെ സ്നേഹിക്കുന്നവനും അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് വ്യാപരിപ്പിച്ച് ഭക്തിഹീനനായി കഴിയുന്നവൻ നരകവേദന അനുഭവിക്കുന്നു. എന്തോ ഒരു കഷ്ടമാണിത് എന്നു കപിലരൂപിയായ ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു. ശ്ലോകം 7. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപിബധ മുഹൂത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീഹി. സാരാംശം ഒന്ന് നോക്കാം. അമ്മയുടെ വയറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നവനായിട്ട് യാദൃശ്ചികമായി യഥാർത്ഥ ബോധം അഥവാ പരമാർത്ഥ ജ്ഞാനം ഉള്ളവനായിട്ട് തീർന്നിട്ടും പ്രസവത്തിൽ നഷ്ടപ്പെട്ട ബോധത്തോടു കൂടിയവനായി പീഡകൾ അനുഭവിച്ച് ശൈശവവും ബാല്യവും കഴിച്ചിട്ട് യൗവനം എത്തുമ്പോൾ പിന്നെയും വല്ലാതെ മോഹിക്കുന്നു. എന്തൊരു ആശ്ചര്യവും കഷ്ടവുമാണിത് എന്ന് കപിലവാസുദേവൻ ദേവഹൂതിക്കായിക്കൊണ്ട് പറഞ്ഞുകൊടുത്തു. ശ്ലോകം 8. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥഃ സച നിപതതി കാലേ ദക്ഷിണാദ്യോപഗാമിഃ മയി നിഹിതമകാമം കർമ്മ തൂതത്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീഹി. സാരാംശം നോക്കാം. പിതൃക്കളെയും ദേവന്മാരെയും യഥാവിധി പൂജിക്കുകയും സ്വധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഗൃഹസ്ഥൻ ഈശ്വരാർപ്പണ മനോഭാവത്തോടുകൂടി നിഷ്കാമമായും അല്ല അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ധൂമാദി മാർഗങ്ങളിൽ സഞ്ചരിച്ച് പുണ്യഫലം അനുഭവിച്ചതിന് ശേഷം വായുമാർഗം വഴി ഭൂമിയിലേക്ക് തന്നെ വരുന്നു. നിഷ്കാമകർമ്മം ചെയ്യുന്നവൻ അർച്ചിരാദി മോക്ഷ മാർഗങ്ങളിലൂടെ എന്നെ പ്രാപിച്ച് എന്ന് പറഞ്ഞ ഭഗവാനെ പ്രാപിച്ച് പുനരാവൃത്തി ഇല്ലാത്തവനായി തീരുന്നു എന്ന് ദേവഹൂതിക്കായിക്കൊണ്ട് കപിലവാസുദേവൻ പറഞ്ഞുകൊടുത്തു. ശ്ലോകം 9. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരഥാസോ ഭക്തിയോഗേന മുക്താ ത്വമവിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യ. അർത്ഥമൊന്ന് നോക്കാം. അല്ലയോ ദേവ, അറിയേണ്ടത് വേണ്ട പോലെ അറിഞ്ഞ് കപിലനെ അഥവാ ഭഗവാനെ സ്തുതിച്ച ദേവഹൂതിയെ ഉപദേശങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചതിന് ശേഷം യോഗി സംഘങ്ങളോടുകൂടി കപിലൻ പോയി. അനന്തരം പരിശുദ്ധ മനസ്സോടുകൂടിയവളായി തീർന്ന ദേവഹൂതി ഭക്തിയോഗം കൊണ്ട് മുക്തയായി അങ്ങും ജനനന്മയ്ക്കു വേണ്ടി കിഴക്കു വടക്കേ ദിക്കിൽ പോയി വർദ്ധിക്കുന്നു. ശ്ലോകം 10.
പരമകിമു ബഹൂക്ത്യാ ത്വത്പദാംഭോജ ഭക്തിം സകലഭയവിനേത്രിം സർവകാമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം തദ്വിദൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം. സാരാംശം ഒന്ന് നോക്കാം. അലയോ പരമാത്മ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ, അധികം പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങയുടെ പാദപത്മങ്ങളിലുള്ള ഭക്തി എല്ലാ ഭയത്തെയും അകറ്റി സർവാഭിഷ്ടങ്ങളും നൽകുന്നതാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതിനാൽ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെല്ലാം ഇല്ലാതെയാക്കി അങ്ങയിലുള്ള പരമമായ ഭക്തി എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഹരി ഓം.